ഹലോ നമസ്കാരം. ഞാൻ ഇപ്പോൾ ഡൽഹിയിലാണുള്ളത്. നമുക്കൊരു ഓർഡർ കൺഫർമേഷൻ ഉണ്ടായിരുന്നു. 2016-17 മോഡൽ 4x4 മാനുവലിന് വേണ്ടി തിരുവനന്തപുരത്തുള്ള ഒരു ക്ലയൻറ്റാണ് നമുക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളൊരു വണ്ടി നോക്കാനായിട്ട് ഇവിടെ ഡൽഹിയിൽ ഒരു ഓണറുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇത് 2016 മേക്ക് 17 രജിസ്ട്രേഷനുള്ള 4x4 മാനുവൽ വണ്ടിയാണ്. 4x4 മാനുവൽ വണ്ടി ഏകദേശം 1,45,000 കിലോമീറ്ററാണ് വണ്ടി റൺ ചെയ്തിരിക്കുന്നത്. ഷോറൂം സർവീസ് കറക്റ്റ് ആണ്. ഷോറൂമിൽ വലിയ റീപ്ലേസോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എന്തെങ്കിലും റീപെയിന്റോ അല്ലെങ്കിൽ റീപ്ലേസോ കാര്യങ്ങളോ പുറത്ത് വർക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതാണ് വണ്ടി. സാധാരണ നമുക്ക് ഇവിടെ ഡൽഹിയിൽ നിന്ന് വണ്ടിയിൽ എടുക്കുന്ന പോലെ വലിയ സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നും ഈ വണ്ടിയിൽ ഇല്ല. ബമ്പർ ചെറുതായിട്ടുള്ള ഒരു സ്ക്രാച്ച് ഉരവുണ്ട്. അതുപോലെ തന്നെ ബോഡിയിൽ ചെറിയ ചെറിയ മൈനോട്ടായിട്ട് ഈ ഒരു സ്ക്രാച്ച് കാണുന്നുണ്ട്. പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ആ ഒരു ഡെന്റ്, ചെറിയൊരു ഡെന്റ് അവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് കളർ വെച്ച് അവർ ടച്ച് ചെയ്തിട്ടുണ്ട്. വേറെ വലിയതായിട്ടുള്ള സാധാരണ ഇവിടെ ഡൽഹിയിൽ നിന്ന് ഒരു വണ്ടി എടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും നിലവിൽ ഇതിൽ കാണുന്നില്ല. ഇപ്പോൾ ഹിസ്റ്ററിയിൽ 1-2 പാനൽ റീപെയിന്റ് ചെയ്തേക്കുന്നത് ഹിസ്റ്ററിയിൽ കാണിച്ചിട്ടുണ്ട്. റീപെയിന്റ് ആണ്, റീപ്ലേസ് അല്ല കാണിച്ചേക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും പാനലുകൾ റീപ്ലേസ് ഉണ്ടോ അതല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും അഡീഷണൽ റീപെയിന്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞാൽ 1,44,441 കിലോമീറ്ററാണ് റൺ ചെയ്തേക്കുന്നത്. ഒരു പ്രത്യേക നമ്പറിൽ കിടക്കുകയാണ് കേട്ടോ. അപ്പുറത്ത് ഒന്ന്, ബാക്കി എല്ലാം 4 1,44,441. അപ്പം ഇന്ത്യയിലോട്ട് സാധാരണ നമ്മൾ കാണുന്ന പോലെ ഈ ഒരു സൈഡൊന്നും പൊട്ടിയിട്ടൊന്നുമില്ല. ഇതൊക്കെ ഒരു 80,000-90,000 കിലോമീറ്റർ ആകുമ്പോൾ ക്രിസ്റ്റ ആയാലും ഫോർച്യൂണർ ആയാലും ഈ ഒരു ലെതർ പൊട്ടുന്നതാണ് തന്നെ ഈ കയറിയിരിക്കുന്ന രീതിയിൽ. അത് ഇവിടെയും വലിയ ഡാമേജോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ ലെതർ സീറ്റോ കാര്യങ്ങളോ ഒന്നും അവിടെയും ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. ബാക്ക് സൈഡിലും പ്രത്യേകിച്ച് നമ്മളൊന്നും കണ്ടിട്ടില്ല. നിങ്ങളത് ബാക്കിലത്തെ റോയും കൂടെ ഒന്ന് നോക്കണം. അതുപോലെ തന്നെ ഇന്റീരിയറിൽ കുറച്ച് അഴുക്കും കാര്യങ്ങളും ഉണ്ട്. എല്ലാ വണ്ടികളും നമ്മൾ പറയുന്ന പോലെ തന്നെ ഇന്റീരിയറിൽ കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ നാട്ടിൽ കൊണ്ടുപോയിട്ടൊരു പൊടിയും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് ഇവിടെ എല്ലാം. അപ്പോൾ അതെല്ലാം ഒന്ന് ഇന്റീരിയർ ക്ലീൻ ചെയ്ത് മൊത്തത്തിലൊന്ന് നമ്മൾ മറ്റൊരാൾ വാങ്ങിച്ചു കഴിയുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പം വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു ഇന്റീരിയർ ക്ലീനിങ് എല്ലാം ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഒരാൾ യൂസ് ചെയ്തേക്കുന്ന സാധനമല്ലേ. ഈ ഒരു മൊബൈൽ ഹോൾഡറിൽ വെച്ചേക്കുന്ന ആ ഒരു ഗമ്മ് ഉരുകിയിട്ട് പിടിങ്ങി ഒലിച്ച് താഴോട്ട് വന്നിട്ടുണ്ട്. വേറെ ഗ്ലാസ്സിൽ ഇവിടെ നിന്ന് ക്രാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ബാക്കി നോർമൽ കണ്ടീഷനാണ്. ഇന്റീരിയറിൽ വേറെ മേജറായിട്ടുള്ള ഡാമേജോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ, മേജറായിട്ടുള്ള മൈനറായിട്ടുള്ള ഡാമേജോ അങ്ങനെയൊന്നും കാണുന്നില്ല, നിലവിൽ കാണുന്നില്ല. ഹോൾഡർ ഈ ഭാഗത്തും ഓക്കെയാണ്. ബാക്കിലത്തെ സീറ്റും പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല. അവിടെ ഒന്നും വേറെ വലിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ലെതർ പൊട്ടിയിരിക്കുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും, സീറ്റും ഡാമേജ് സാധാരണ 1,50,000 കിലോമീറ്റർ 2,00,000 കിലോമീറ്റർ ഓടിയ വണ്ടിയൊക്കെ ഇവിടെയൊക്കെ സീറ്റുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഡാമേജ് ആവുന്നത്. ഇതങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല. മാനുവൽ ഗിയറാണ് വരുന്നത്. അതിൻ്റെ 4 വീലിൻ്റെ നോബാണിത്. 4 ഹൈ 4 ലോയും. ഇപ്പോൾ ടയർ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ ടയർ 2022 ടയറാണ് 3 കിടക്കുന്നത്. ഈ ഒരു ബാക്ക് സൈഡിൽ 2 ഫ്രണ്ട് സൈഡിൽ 1 2022 ടയറാണ് കിടക്കുന്നത്. റൈറ്റ് സൈഡിൽ കിടക്കുന്നത് 16, അതായത് സ്റ്റെപ്പിനെയാണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. 2016 വണ്ടി വന്നപ്പോഴുള്ള ടയറാണ് ഫ്രണ്ട് റൈറ്റ് സൈഡിൽ എടുത്തിട്ടേക്കുന്നത്. ഇത് ഒറിജിനൽ പെയിന്റ് ആണ് കിടക്കുന്നത്. ഇത് വലിയ വ്യത്യാസമൊന്നും കാണിക്കുന്നില്ല. കമ്പനിയിൽ നിന്ന് വരുന്ന അതേ മെഷർമെന്റ് പെയിന്റിലാണ് കാണിക്കുന്നത്. വേറെ ടച്ചപ്പോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇതും ഒറിജിനൽ പെയിന്റ് ആണ്. ഇവിടെയും ബോഡിയിൽ ഒറിജിനൽ പെയിന്റ് ആണ് കിടക്കുന്നത്. അതുപോലെ തന്നെ പേസ്റ്റിങ്ങും ഒറിജിനലാണ്. അവിടെ വർക്കോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഒറിജിനൽ പേസ്റ്റിംഗ് ആണ് കിടക്കുന്നത്. അവിടെ വർക്കോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇവിടെയും ഒറിജിനൽ പെയിന്റ് ആണ് കിടക്കുന്നത്. ഡോർ ഒറിജിനലാണ്. പിന്നെ ഉൾസൈഡ് സ്വാഭാവികമായിട്ടും ഒറിജിനലായിരിക്കും വരുന്നത്. അവിടെ വേറെ വർക്കോ കാര്യങ്ങളൊന്നും എടുക്കത്തില്ല. പെയിന്റിങ്ങോ അല്ലെങ്കിൽ വർക്കോ കാര്യങ്ങളൊന്നും ഇവിടെ എടുത്തിട്ടില്ല. കുറച്ച് പൊടിയായിട്ട് കിടപ്പുണ്ട് ഈ സാധനം. ഈ ഒരു ഡോറ് റീപെയിന്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ വലിയ പുട്ടി വർക്കൊന്നും കയറിയിട്ടില്ല, പക്ഷേ റീപെയിന്റ് ചെയ്തിട്ടുണ്ട്. അത് നോക്കുമ്പോൾ അടിവശത്ത് തട്ടോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. അവിടെ ഒന്നും വർക്കോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, ഡെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പക്ഷെ ഇവിടെ സ്ക്രാച്ച് കൊണ്ട് പെയിന്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ചെറിയ രീതിയിൽ സ്ക്രാച്ച് കൊണ്ട് പെയിന്റ് ചെയ്തിട്ടുണ്ട്.
ഇതൊക്കെ നോർമൽ റീഡിംഗ് ആണ് കാണിക്കുന്നത്. ഇവിടെ ഒന്നും വർക്കോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഇളക്കി നോക്കേണ്ട കാര്യമില്ല. അവിടെ വർക്കോ കാര്യങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഇളക്കി നോക്കേണ്ട കാര്യമില്ല. ഇവിടെ വർക്ക്ഷാല ചെയ്തിട്ടുണ്ട്. ഇവിടെ അതിന്റെ കൂട്ടത്തിൽ ചിലപ്പോൾ കയറ്റി പെയിന്റ് ചെയ്തായിരിക്കും. കളർ മാച്ചിന് വേണ്ടി ഇങ്ങോട്ട് കയറ്റി പെയിന്റ് ചെയ്തതിൻ്റെയാണ് ഇവിടെ റീഡിംഗ് വ്യത്യാസം കാണിച്ചേക്കുന്നത്. ആ ഒരു ഭാഗത്താണ് റീഡിംഗ് വ്യത്യാസം കാണിച്ചേക്കുന്നത്. ചിലപ്പോൾ കളർ മാച്ചിന് വേണ്ടി കയറ്റി പെയിന്റ് ചെയ്തതായിരിക്കും. ഇവിടെ ശകലം പുട്ടി വർക്ക് കാണിക്കുന്നുണ്ട്. അത് നമ്മുടെ ഷോറൂമിലും ഈ ഹിസ്റ്ററിയിലും ഇവിടെ റീപെയിന്റ് ചെയ്തത് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇത് റീപ്ലേസ് ചെയ്യത്തേ ഉള്ളൂ. ഷോറൂമിൽ ഇത് റീപ്ലേസ് അല്ല ചെയ്തേക്കുന്നത്, റീപെയിന്റ് ആണ് ചെയ്തേക്കുന്നത്. ബോണറ്റും റീപെയിന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബോണറ്റും റീപെയിന്റ് ചെയ്തിട്ടുണ്ട്. ബോണറ്റ് റീപെയിന്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോണറ്റ് പൊക്കി നോക്കണം ഇത് ഒറിജിനൽ ആണോ ഇല്ലയോ എന്നുള്ളത്. ലെഫ്റ്റ് സൈഡ് ഫെൻഡർ ഓക്കെയാണ്, നോർമൽ റീഡിംഗ് ആണ്. അത് പെയിന്റ് വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. റൈറ്റ് മാത്രം പെയിന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ബോണറ്റും പെയിന്റ് ചെയ്തിട്ടുണ്ട്. ഇതിലും വേറെ പെയിന്റ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ ശകലം പെയിന്റ് പോയിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നത് സീറ്റ് ബെൽറ്റിന്റെ ബക്കിൾ വന്ന് വെച്ച് അടച്ചിട്ട് ആ പെയിന്റ് പോയതാണ്. വേറെ താഴോട്ടൊന്നും വേറെ കംപ്ലൈന്റോ അല്ലെങ്കിൽ പേസ്റ്റിങ് പൊട്ടിച്ചിട്ടോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒറിജിനലാണ്. പില്ലറിൽ വേറെ വർക്കോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. വേറെ വർക്കോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇത് ബക്കിൾ വന്ന് ഇടിച്ചിട്ട് പോകുന്നതാണ്. ഈ പേസ്റ്റിങ് ഒറിജിനലാണ്. കുറച്ച് ചെളിയും മണ്ണും ഒക്കെ കയറി കിടപ്പുണ്ട്. വണ്ടി മൊത്തത്തിൽ കുറച്ച് പൊടിയായിട്ട് കിടക്കുകയാണ്. ഇത് ഒറിജിനലാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു സ്ക്രാച്ച് ഉണ്ട്. ഇവിടെ ഒരു നീളത്തിലുള്ള സ്ക്രാച്ച് ഉണ്ട്. അവരെന്തോ ബ്ലാക്ക് പെയിന്റ് വെച്ച് ടച്ചപ്പ് ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പോൾ പെയിന്റ് ചെയ്യേണ്ടി വരും. പെയിന്റ് ചെയ്തില്ലെങ്കിലും അത് ഉപയോഗിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. വൃത്തിയായിട്ടൊന്നും അറിയുന്നില്ല. മൈനറായിട്ടുള്ള ചെറിയ സ്ക്രാച്ചുകളുണ്ട്. മറ്റേ കമ്പുകൾ തട്ടുന്ന പോലുള്ള ചെറിയ സ്ക്രാച്ചുകളുണ്ട്. അതെല്ലാം പോളിഷിങ്ങിൽ പോകുന്ന സ്ക്രാച്ചുകളാണ്. സാധാരണ ഇവിടുന്ന് വണ്ടി എടുക്കുന്ന പോലെ ഒരുപാട് സ്ക്രാച്ചുകളൊന്നും ഈ വണ്ടിക്കകത്ത് കണ്ടിട്ടില്ല. ഇത് ഒറിജിനൽ പെയിന്റ് ആണ്. ഗ്ലാസുകൾ നോക്കുമ്പോൾ ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. സൈഡിലത്തെ ഗ്ലാസുകളെല്ലാം ഒറിജിനലാണ്. ഇത് 16 ഗ്ലാസുകളാണ് കിടക്കുന്നത്. ഇതും 16ആണ്. ബാക്കിലത്തെ ഗ്ലാസ് 16ആണ്. അതുപോലെ തന്നെ ഈ ഗ്ലാസ് 16ആണ്. ഇത് 16ആണ്. ഇത് 16ആണ്. ഇത് 16ആണ്. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് ഷോറൂമിൽ നല്ല ചെയ്തേക്കുന്നത്, പുറത്തുനിന്നാണ് ചെയ്തേക്കുന്നത്. നമ്മുടെ ടോപ്പിലെ പെയിന്റിങ് ഒറിജിനലാണ്. അത് പിന്നെ കുഴപ്പമില്ല. ടോപ്പിലെ പെയിന്റ് ഒക്കെ ഒറിജിനലാണ്. വേറെ റീപെയിന്റ് വന്നേക്കുന്നത് ഈ ഒരു ഫെൻഡർ റീപെയിന്റ് വന്നിട്ടുണ്ട്. ഈ ഒരു ബോണറ്റ് റീപെയിന്റ് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡോറ് അത് നിന്ന് കളർ മാച്ചിന് വേണ്ടി കയറ്റി പെയിന്റ് ചെയ്തതാണെന്ന് തോന്നുന്നു. വലിയ രീതിയിൽ പുട്ടിവർക്കോ കാര്യങ്ങളൊന്നുമില്ല. ലൈറ്റായിട്ട് ചെറിയ തിക്നെസ്സിൽ അത് പെയിന്റും ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ഇനി നമുക്ക് വണ്ടി ഓടിച്ച് നോക്കണം. അതുപോലെ ബോണറ്റ് തുറന്നു നോക്കണം. ബോണറ്റിൽ വേറെ അകത്തെന്തെങ്കിലും ഇമ്പാക്റ്റ് വല്ലതും ഉണ്ടോ എന്നുള്ളത് പിന്നെ സ്കാൻ ചെയ്ത് നോക്കണം. ഡിക്കിയിലും ഒറിജിനൽ പെയിന്റ് ആണ് നടക്കുന്നത്. ഡിക്കി റീപെയിന്റോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഈ ഭാഗത്തൊന്നും പെയിന്റ് ചെയ്തിട്ടില്ല. ഒറിജിനൽ പെയിന്റ് ആണ് നടക്കുന്നത്. ഈ ഒറിജിനൽ ആണോന്നൊന്നും കൂടെ നമുക്ക് ചെക്ക് ചെയ്യണം. ഡിക്കി പാനൽ ഷോക്കൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ക്ലോസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം കറക്റ്റായിട്ട്. പേസ്റ്റിങ് ഒറിജിനലാണ്. ഒറിജിനൽ പേസ്റ്റിംഗ് ആണ്. ഇവിടുത്തെ പഞ്ചിങ് ഒന്നും വർക്ക് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഈ ഭാഗത്തെ പഞ്ചിങ്ങും വർക്ക് ചെയ്തിട്ടില്ല. റീഡിംഗ് ഒക്കെ കറക്റ്റാണ്. ഇവിടെ പഞ്ചിങ് കാര്യങ്ങളൊന്നും വർക്ക് ചെയ്തിട്ടില്ല. ടോപ്പിലെ പഞ്ചിങ് ഒന്നും വർക്ക് ചെയ്തിട്ടില്ല. ടോപ്പിൽ പിന്നെ നമ്മൾ പെയിന്റ് ചെക്ക് ചെയ്താണ്. അവിടെ വർക്കോ കാര്യങ്ങളോ റീപെയിന്റോ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഇത് ഡിക്കി അഴിക്കേണ്ട ആവശ്യകതയൊന്നും വന്നിട്ടില്ല. ക്ലോസ് കറക്റ്റ് ആണോ? ലൈറ്റ് പൊട്ടലോ കാര്യങ്ങളൊന്നുമില്ല. ചില വണ്ടികളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ലൈറ്റ് എന്തെങ്കിലുമൊക്കെ ക്രാക്ക് കാര്യങ്ങളൊക്കെ സാധാരണ സംഭവിക്കുന്നതാണ്. ഈ രണ്ട് ലൈറ്റും ക്രാക്കുകളോ കാര്യങ്ങളോ ഇല്ല. അതുപോലെ തന്നെ ഫ്രണ്ട് ലൈറ്റിലും പ്രശ്നങ്ങളൊന്നുമില്ല.
ഇതിൽ നമ്മൾ കഴിഞ്ഞൊരു വണ്ടി കണ്ടതുപോലെ ഇതിൻ്റെ അകത്തും പോലീസിൻ്റെ അലാറം അവന്മാർ വെച്ചിട്ടുണ്ട്. പോലീസ് സൈറൻ, ആംബുലൻസിൻ്റെ പോലുള്ള അല്ലെങ്കിൽ പോലീസിൻ്റെ സൈറൻ അവന്മാർ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. ബോണറ്റ് പേസ്റ്റിംഗ് ഒക്കെ ഒറിജിനലാണ്. ഇവിടെ ഒന്നും വർക്കോ അല്ലെങ്കിൽ ലിപ്പിൽ വർക്കോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പെയിന്റ് ചെയ്ത് അന്നേരം മിക്കവാറും ഒറിജിനൽ ബോണറ്റാണ് കിടക്കുന്നത്. പെയിന്റ് ചെയ്ത് അന്നേരം മിക്കവാറും ഇതിന്റെ കൂട്ടത്തിൽ ഇവിടെയും കൂടെ ശകലം ഉരഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇതിന്റെ ടോപ്പും കളർ പെയിന്റും എല്ലാം പോയിട്ട് പെയിന്റ് ചെയ്തായിരിക്കും. അല്ലാതെ ഇവിടെ ഈ ഫ്രണ്ട് ഭാഗത്ത് ഇമ്പാക്റ്റോ കാര്യങ്ങളൊന്നും പേസ്റ്റിങ് കാര്യങ്ങളൊന്നും പൊട്ടിച്ചിട്ടില്ല. പിന്നെ ക്രോസ് ബാർ ഒറിജിനലാണ്. ഇവിടെ ഒന്നും വർക്കോ കാര്യങ്ങളൊന്നും എടുത്തില്ല. കുറച്ച് പൊടിയും കാര്യങ്ങളായിട്ട് കിടപ്പുണ്ട്, ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടപ്പുണ്ട്. അപ്രോൺ സൈഡ് ഒറിജിനലാണ്. അവിടെ വർക്കൊന്നും എടുത്തിട്ടില്ല. ഇവിടെയും കൊണ്ടും കമ്പനിയിൽ നിന്ന് വരുന്ന അതേ ഷീറ്റ് തന്നെ, ആ ഒരു പീസ് തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. ഈ ഭാഗത്തും അത് തന്നെയാണ്. അതിൽ വലിയ വർക്കോ കാര്യങ്ങളൊന്നും പുറമേ എടുത്തത് കണ്ടിട്ടില്ല. പിന്നെ ആ സൈഡും ഈ സൈഡിലത്തെ ആപ്രോണും വർക്കൊന്നും എടുത്തിട്ടില്ല. അതെല്ലാം പഞ്ചിങ് എല്ലാം കറക്റ്റാണ്. ഫ്രണ്ടിലിരിക്കുന്ന ആ ഇന്റർകൂളറും ഒറിജിനലാണ്. കമ്പനിയിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു ഇന്റർകൂളർ തന്നെയാണ് അതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. അതിൽ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. ദാറ്റ് മീൻസ് വലിയ ഇടിയൊന്നും ഇവിടെ കാര്യമായിട്ട് കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് ഒരു ഇടി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം പോകുന്നത് ഇതിൻ്റെ ഇന്റർകൂളറാണ് ചേഞ്ച് ആവുന്നത്. അവിടെ ഇടിയോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അതുപോലെ ബോണറ്റിൽ പഞ്ചിങ് കാര്യങ്ങളൊന്നും പോയിട്ടില്ല. ഒറിജിനൽ ബോണറ്റാണ്. ബോണറ്റ് പെയിന്റ് ചെയ്ത് തന്നെ ആ ഒരു ഫെൻഡറിൽ എന്തെങ്കിലും ഓരോ കിട്ടിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ പെയിന്റ് ചെയ്തതായിരിക്കും. സ്മോക്ക് വല്ലതും വരുന്നുണ്ടോ? വേറെ സ്മോക്കോ കാര്യങ്ങളോ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. നോർമൽ എൻജിൻ കണ്ടീഷൻ, നോർമൽ സൗണ്ടാണ്, സാധാരണ ഉള്ള സൗണ്ടാണ്. അബ്നോർമലായിട്ടുള്ള സൗണ്ടുകളൊന്നും കേൾക്കുന്നില്ല. കൂളൻറ്റിൽ ഓയിൽ മിക്സ് ആയിട്ട് കിടക്കുന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല. കൂളൻറ്റിൽ ഓയിൽ മിക്സിങ്ങോ പിന്നെ അല്ലെങ്കിൽ സ്മോക്ക് വരികയോ ഡീകംപ്രഷനോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല. ടർബോയുടെ ഭാഗത്തായിട്ട് ലീക്കായിട്ട് നമുക്ക് പുറമേ നിന്നും കാണുന്നില്ല. ലീക്കിൻ്റെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ഇവിടെ. ഇവിടെ ഒന്നും പിന്നെ നമ്മൾ വർക്ക് എടുത്താൽ അവിടെ പെയിൻറ്റ് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ ഒറിജിനൽ. ഇതൊക്കെ ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ്. കമ്പനിയിൽ നിന്ന് വരുമ്പോൾ കിട്ടുന്ന ആ ഒരു റീഡിങ് തന്നെയാണ് ഇവിടെ എല്ലാം കാണുന്നത്. വ്യത്യാസമൊന്നുമില്ല. ഇവിടെ നമ്മൾ കാണുമ്പോഴേ അറിയാൻ പറ്റും ഇവിടെ പുട്ടി വർക്കോ അല്ലെന്നുണ്ടെങ്കിൽ വലിച്ചു നോക്കലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ കാണുന്നില്ല. ബട്ടൺസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോബുകൾ, ഇവിടുത്തെ ബട്ടൺസ് കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തതാണ്. അതൊന്നും സാധാരണ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താറില്ല. അത് ഒരുപാട് ടൈം എടുക്കുന്നതിൻ്റെ പേരിൽ സാധാരണ ഇതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താറില്ല. ഈ ബട്ടൺസ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തതാണ്. നമ്മുടെ ചേസ് നമ്പർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിലോമീറ്റർ റീഡിങ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് സെൻസറുകൾ കാര്യങ്ങളൊന്ന് സ്കാൻ ചെയ്ത് നോക്കണം. സ്കാനിങ്ങിൽ വേറെ എററോ കംപ്ലൈൻ്റ് ഒന്നും കാണിക്കുന്നില്ല. എല്ലാം ഗ്രീൻ ടിക്ക് തന്നെയാണ് കാണിച്ചത്. എററോ കാര്യങ്ങളൊന്നും സ്കാനിങ്ങിലും കാണിക്കുന്നില്ല. നമ്മളിപ്പോൾ വണ്ടി ഓടിച്ച് നോക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഇതിനുണ്ടോ ഓടിച്ചിട്ട് വേറെ സസ്പെൻഷൻ സൗണ്ട് കാര്യങ്ങളൊന്നുമില്ല. ക്ലച്ച് ഒരു ഇച്ചിരി ടൈറ്റ് ഉണ്ട്. ക്ലച്ച് ഏകദേശം തീരാറായി തുടങ്ങി തോന്നുന്നു. 1:40 വണ്ടി. അപ്പം ക്ലച്ച് മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. അതിൻ്റെതായിട്ടുള്ളൊരു ചെറിയൊരു പുള്ളിങ്ങിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ക്ലച്ച് ഇച്ചിരി ചവിട്ടാൻ നേരത്തെ ഇച്ചിരി ടൈറ്റ് ആണ് ക്ലച്ച്. പിന്നെ നോർമലി 4x4 ക്ലച്ച് ഒരു സാധാ 4x2 കണ്ടി ഇച്ചിരി കൂടെ ടൈറ്റ് ഉണ്ടാവും. പക്ഷെ ഇത് അതിലും ഇച്ചിരി കൂടെ താഴെയാണ് ക്ലച്ച് ഇരിക്കുന്നത്. ക്ലച്ച് ഏകദേശം തീരാറായതിൻ്റെ ലക്ഷണമാണ് കാണുന്നത്. 4 വീൽ ഒന്ന് ഇട്ട് നോക്കാണ്. 4 വീൽ ഹൈ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഫോർ വീൽ ലോയും ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇവിടെ അടുത്തെങ്ങും
കുന്നോ മലയോ ഒന്നും നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സാധാ റോഡിലിട്ടേ നമുക്ക് ഓടിച്ച് നോക്കാൻ പറ്റുള്ളൂ. ഈ ഒരു ട്രാഫിക്കിനകത്തൊരു 3rd ഗിയറിൽ മേലോട്ട് അല്ലെങ്കിൽ 4th ഗിയറിൽ മേലോട്ട് ഇടാനും പറ്റില്ല. ഇത് 6 സ്പീഡ് ഗിയറാണ്. ഇവിടെ നിന്ന് അങ്ങനെ ഓടിക്കാനുള്ള ഒരു 10-20 കിലോമീറ്റർ ചുറ്റളവിലൊന്നും അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും കാണില്ല. നമുക്ക് ഇത്രയും സ്പീഡിൽ ഓടിക്കാൻ പറ്റിയ ഒരു സ്ഥലമൊന്നും കാണില്ല. ഇപ്പോൾ 4 വീൽ ലോയിലും നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. 4 വീൽ ഹൈയിലും ഗിയർ ലാഗോ അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് ഒന്നും ഇല്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ലാഗോ അല്ലെങ്കിൽ സ്ലിപ്പിങ്ങോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ കണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് കാര്യങ്ങളെല്ലാം കുറേ ഒരു 8-10 വീഡിയോസ് കാണും. അത് നമ്മളിപ്പോൾ ഈ കണ്ട രീതിയിലല്ല നമുക്ക് ഓർഡർ തരുന്നവർക്ക് വേണ്ടി എടുക്കുന്നത്. അത് വേറൊരു രീതിയിലാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് ആൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ആളിപ്പോൾ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൾ ഈ പറയുന്ന പോലെ ഇതിൽ സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ എന്തൊക്കെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, അതല്ലേ റീപെയിൻറ്റ് എന്തൊക്കെ പാനൽ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഷോറൂമിൽ നിന്ന് എടുത്ത ഹിസ്റ്ററി കാര്യങ്ങൾ ഇതെല്ലാം പുള്ളിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടി ഓടിച്ച കണ്ടീഷൻ, പിന്നെ സ്കാൻ ചെയ്ത റിപ്പോർട്ട്, ഈ ഡീറ്റെയിൽ ഇതെല്ലാം കൂടെ ചേർത്തൊരു 7-8-10 വീഡിയോസോളം കാണും നമ്മൾ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആൾ അത് ചെക്ക് ചെയ്തിട്ട്, അത് കുറച്ച് സമയം എടുക്കും, ചെക്ക് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കിയാണ് ക്ലയൻറ്റ് സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വണ്ടിയുടെ വിലയുടെ കാര്യങ്ങൾ സംസാരിച്ച് വണ്ടി പർച്ചേസ് ചെയ്യുന്ന കാര്യത്തിലോട്ട് മുന്നോട്ട് പോകും. ഇല്ലെന്നുണ്ടെങ്കിൽ ക്ലയൻറ്റ് സാറ്റിസ്ഫൈഡ് അല്ലാന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഒഴിവാക്കിയിട്ട് വേറെ വണ്ടി നമ്മൾ ക്ലയൻറ്റിന് വേണ്ടി നോക്കും. ഇപ്പോൾ ക്ലയൻറ്റ് വണ്ടിയിൽ സാറ്റിസ്ഫൈഡ് ആണ്, വണ്ടി ഓക്കെ ആണ്. ക്ലയൻറ്റിന് ആൾ അഡ്വാൻസ് പേയ്മെൻറ്റ് തന്നു. അഡ്വാൻസ് പേയ്മെൻറ്റ് നമ്മൾ കൊടുത്തതിന് ശേഷം 2 ദിവസത്തിനുള്ളിൽ ബാലൻസ് പേയ്മെൻറ്റും കൊടുത്ത് വണ്ടിയുടെ ഡോക്യുമെൻറ്റ് കാര്യങ്ങളെല്ലാം സൈൻ ചെയ്ത് ഓണറിൽ നിന്ന് സൈൻ ചെയ്ത് വാങ്ങിച്ചു. വണ്ടിയുടെ 2 ചാവിയും യൂസർ മാനുവൽ കാര്യങ്ങൾ, വണ്ടിയുടെ കൂടെ ഇൻവോയ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഡോക്യുമെൻ്റ് എല്ലാം വണ്ടിയുടെ കൂടെയുള്ള എല്ലാ ഡോക്യുമെൻറ്റും നമുക്ക് കിട്ടി. ഒറിജിനൽ RC ഇതെല്ലാം നമ്മൾ വാങ്ങിച്ച ശേഷം ഇപ്പോൾ ഓണർ കയ്യിൽ നിന്ന് വണ്ടി നമ്മൾ ഡെലിവറിയും എടുത്തു. അപ്പോൾ വണ്ടി തിരിച്ചിട്ട് തരാമെന്ന് പറഞ്ഞ് വീണ്ടും ചാവി ഞങ്ങളുടെ നിന്ന് വാങ്ങിച്ച ആൾ വണ്ടി ചിലപ്പം ഓടിക്കാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും വീണ്ടും ഒന്നും കൂടെ സ്വന്തം വണ്ടി അപ്പം തിരിച്ചിട്ട് തരാമെന്ന് പറഞ്ഞ് ആൾ ചാവി മേടിച്ച് വണ്ടി തിരിച്ചിട്ട് തരികയും ചെയ്തു. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വില പറയാത്തത് കാരണം മറ്റൊന്നുമല്ല, ഇത് മറ്റൊരാൾ നേരിട്ട് പേയ്മെൻറ്റ് കൊടുത്ത് ഞങ്ങൾ വാങ്ങിച്ച വണ്ടി അതിൻ്റെ പേരിലാണ്. നമുക്കിത് വില പറയാൻ പറ്റാത്തത്. ഈ റേഞ്ചിൽപ്പെട്ട വാഹനങ്ങളുടെ വിലയും മറ്റു കാര്യങ്ങളും അറിയാനും ഇതുപോലെ ഡൽഹിയിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് വണ്ടികൾ എടുക്കാനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്.